ടൈമിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുവേള കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വൺസ് അപ്പോൺ എ ടൈമിലെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അങ്ങനെ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകൊണ്ട് രാവിലെ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതാ നമ്മുടെ കാതുകൾക്ക് ഇമ്പം നൽകുവാനായിട്ട് ഒരുപിടി നല്ല തമാശകൾ കേട്ടാലോ? യെസ്, വൺസ് അപ്പോൺ എ ടൈമിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈം വിഷു സ്പെഷ്യൽ എപ്പിസോഡിലെ മത്സര വിജയികളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ്, വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിശ്വസ്ത വാതിൽ. വൺസ് അപ്പോൺ എ ടൈമിന്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് കൂടുതൽ ആഹ്ലാദഭരിതമാക്കുവാനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഏറെ പ്രിയപ്പെട്ട രമേശ് പിഷാരടി. ഹാപ്പി വിഷു. സെയിം ടു യു. നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും വൺസ് അപ്പോൺ എ ടൈമിന്റെയും അമൃത ടിവിയുടെയും ആത്മാർത്ഥമായ വിഷു ആശംസകൾ അറിയിക്കുന്നു. പലതുകൊണ്ടും വിഷു നമുക്ക് പ്രിയപ്പെട്ടതാണ്. വിഷു പലതിൻ്റെയും തുടക്കമാണ്. ഒരുപക്ഷെ ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷുക്കാലത്താണ് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുടെ ആദ്യ ആശയങ്ങൾ ഉതിർന്നു വന്നതും നമ്മളത് പരിപാടി ആലോചിച്ചതും വന്നതുമെല്ലാം. ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ട് പല പല വലിയ ഇവന്റുകളും കടന്ന് ഇന്നത്തെ ഈ വിഷു ആഘോഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ഈ വിഷു ദിനത്തിലും നമ്മളോടൊപ്പം ചില അതിഥികളുണ്ട്. അവരിതിനു മുമ്പ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അതിൽ പലരും അവരെല്ലാം നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അതിലൊരാളെ ഞാൻ ആദ്യം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിരവധി സിനിമകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നായകൻ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ജയ് ഗണേഷ് എന്ന വിജയ ചിത്രത്തിന്റെ നായകൻ, ഹൃദയപൂർവ്വം വൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉണ്ണി മുകുന്ദൻ. ഉണ്ണി ഇതിനു മുമ്പ് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ള ഉണ്ണിയുടെ മാളികപ്പുറത്തിന്റെ സക്സസ് ആഘോഷിക്കാൻ വേണ്ടിയാണ് അവരുടെ ടീം എല്ലാം കൂടെ വന്നത്. വീണ്ടും അടുത്ത സക്സസ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ണി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഉണ്ണീനെ നമ്മുടെ ഇൻട്രോയ്ക്ക് വേണ്ടി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വകയും കൂടെ ഞാൻ ഉണ്ണിക്ക് അവസരത്തിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. ഉണ്ണി, വിഷുവായിട്ട് ഒരു ചോദ്യം. ഉണ്ണി വളർന്നതൊക്കെ ഗുജറാത്തിലാണല്ലോ. വിഷു നമ്മുടെ കേരളത്തിലുള്ള ആഘോഷമാണ്. നിങ്ങൾ മലയാളി ആണെങ്കിലും അവിടെ വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഗുജറാത്തിൽ? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. മാളികപ്പുറത്തിന് ശേഷം ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചു. ജയഗണേശൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസായി ഇപ്പോൾ ഇന്ന് 3-ാം ദിവസമായിരിക്കും വിഷുവിന്. ഒരുപാട് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ സിനിമ എല്ലാവരും നിങ്ങൾ പോയി കാണണം. വിഷുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രേഷൻ വിഷുവിന് അവിടെ ഇല്ല. പക്ഷേ വീട്ടിലമ്മ എന്താ പറയുക, ഡെഫിനറ്റ്ലി കേരളത്തുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത്ര ആഘോഷപരമായിട്ട് ഗുജറാത്തിൽ പരിപാടികളില്ലെങ്കിലും ഓണത്തിനാണ് നമ്മൾ കേരളത്തെ വെട്ടിച്ച് പരിപാടികൾ നടത്താറ്. ഓണം കേരളത്തെക്കാളും 10 മടങ്ങ് ഭംഗിയായിട്ട് ഗുജറാത്തിൽ നടക്കാറുണ്ട്. മാവേലി അവിടെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. മാവേലി വന്നുകൊണ്ടേയിരിക്കും ആഴ്ചയിൽ. വിഷുവായിട്ട് നമ്മളോടൊപ്പം ഉണ്ണിയുടെ ഇൻട്രോയ്ക്ക് ഇപ്പം ഉണ്ണിയുടെ തന്നെ ജയ് ഗണേഷിലെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത 4 പ്രതിഭകളുണ്ട്. അതിലൊരാൾ ഇപ്പം ജസ്റ്റ് റെസ്റ്റിലേക്ക് പോയി. നമ്മുടെ സുഹൃത്തുക്കളാണ്. പേര് പറയൂ നിങ്ങളുടെയൊക്കെ? എൻ്റെ പേര് റമീസ് എന്നാണ്. എറണാകുളമാണ് സ്വദേശം. ഞാനൊരു ബോഡി ബിൽഡറാണ്. ബോഡി ബിൽഡറാണ്? അതെ. ശക്തനായ എതിരാളിനെ ഉണ്ണിക്കെതിരെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. ഉണ്ണി 23 മിസ്റ്റർ കേരളായിരുന്നു. 2023 മിസ്റ്റർ കേരള അല്ലേ? ഗ്രേറ്റ്. പേരെന്താ പറഞ്ഞത്? റമീസ്. ഞാൻ ജോളി. ഞാൻ കാക്കനാടാണ് സ്വദേശം. ഞാനിപ്പോൾ മുളന്തുരുത്തി സ്വാശ്രയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു വുഡ് വർക്കിംഗ് യൂണിറ്റ് ഞാൻ നടത്തുന്നുണ്ട്. തക്ഷൻ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ വീൽ ചെയർ സ്കിൽസൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീമായിട്ട് വീൽ ചെയർ സ്കിൽസ് എങ്ങനെയാണ് ഒരു വീൽ ചെയർ യൂസർക്ക് ആവശ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് അവയർനെസ് കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീൽ ചെയർ സ്കിൽസ് ലേണിംഗ് അല്ലേ? ഗംഭീരം. അവിടെ എൻ്റെ പേര് നിഷാൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ മോഡലാണ്, പാഷനേറ്റ് മോഡലാണ്. അതെ. അപ്പോൾ ലൈക്ക് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ഇതിലോട്ട് വന്നതും ഇപ്പോൾ മോഡലിംഗ് ഷോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, ഗോവ, മുംബൈ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒരു കമ്പനിയിലല്ലാതെ
പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഒരു കമ്പനിയാണ്. ഈ പാരാപ്ലേജിക് ആയിട്ടുള്ള ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടുള്ള അവരെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരിക, അവരെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മൊബിലിറ്റി വെഹിക്കിളുള്ളൊരു കമ്പനിയാണ് ഈ ഒരു നമ്മുടെ ചെന്നൈ കമ്പനി. ഇപ്പോൾ അവിടെ അതിലും ഒരു വർക്ക് ചെയ്യുവാണ്. താങ്ക് യു. എക്സലന്റ്. ഈ വീൽ ചെയർ സ്കിൽ ലേണിംഗ് എന്നുള്ള ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആക്ച്വലി ഞാൻ റീഹാബിലിറ്റേഷനിൽ പോയിട്ടാണ് അവിടെ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് മാറിയിരിക്കണമെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഒരു റീഹാബിലിറ്റേഷനിൽ കൊടുക്കുന്നത്. നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും ഹോട്ടലുകൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് എല്ലാം കുറച്ചുകൂടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അവിടെ അതിനുള്ള ആക്സസിബിലിറ്റി ഉള്ള വഴികളുണ്ട്, അതിനുള്ള സ്ലൈഡ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലുമുള്ള പല പൊതുസ്ഥലങ്ങളും പൊതു ഇടങ്ങളും ഒന്നും ഈ വീൽ ചെയറിന്റെ ആക്സസിബിലിറ്റിക്ക് പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ല, അല്ലേ? അതെ അതെ, ഉറപ്പായും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ചെറിയൊരു കടമ്പ ചാടി കിടക്കണമെങ്കിൽ, ഒരു ചെറിയൊരു ഒരടി പൊക്കമുള്ളൊരു സ്ഥലം ചാടി കിടക്കണമെങ്കിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ചുകൂടെ സ്കിൽഡ് ആയിരിക്കണം. ശരിയല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് ഇതിന്റെ ആവശ്യകത വരുന്നത് തന്നെ. ഇപ്പം ഈ മൂവിയുടെ ഷൂട്ടിൽ തന്നെ ഉണ്ണിയേട്ടൻ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആസ് എ ഫസ്റ്റ് ടൈം വീൽ ചെയർ യൂസർ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്ന? എനിക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രം ചെയ്തതിന് ശേഷം വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ആൻഡ് എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ഒരു സിനിമ, ഒരു കഥാപാത്രം മുന്നിൽ വന്നപ്പോഴാണ് എൻ്റെ ചിന്തകൾ തന്നെ ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ സൊസൈറ്റിയിൽ. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ എൻജിനീയർഡ് ആൻഡ് ഡിസൈൻഡ് ഒരു എന്താ പറയുക സോ കോൾ നോർമൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിപ്പോയി. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി. ബട്ട് ഐ ഫീൽ ദാറ്റ് എനിക്ക് അതിൽ നിന്ന് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, ബ്രോ ബോഡി ബിൽഡിങ്ങിലാണ്. എനിക്കറിയാം ഞാൻ എടുക്കുന്ന 25 kgs നിങ്ങൾ എടുക്കുന്ന 25 kgs ഒന്നാണെന്ന്. അപ്പോൾ നമ്മൾ വ്യത്യാസമൊന്നുമില്ല. കഥാപാത്രത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എത്ര നാള് അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്തു? ഹൗ ഇറ്റ് വാസ്? ഡയാന, അത് ആക്ച്വലി മോർ ഓഫ് എൻ ഇമോഷണൽ ആൻഡ് മെൻ്റൽ സ്പേസിലാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായത്. എന്തോ ഞാൻ കുറച്ചും കൂടി ഈസിലി എനിക്ക് വീൽ ചെയർ മാനുവർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു. മേ ബി എൻ്റെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഞാൻ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ബട്ട് ഇതിൻ്റെ റൈറ്റിംഗ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. ഐ മീൻ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് എന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത ഒരു ക്യാരക്ടറും ഒരു സ്ക്രിപ്റ്റുമായി മാറി. ഏകദേശം 28-29 ഡ്രാഫ്റ്റ് ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. സോ ദ മോർ ഇമോഷണലി ഇറ്റ് വാസ് റിട്ടൺ, ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ ടു ഗ്രാസ്. പിന്നെ എനിക്ക് എൻ്റെയും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. ഈ കഥാപാത്രം ഒരു പാത്തോ അല്ലെങ്കിൽ ഒരു തോറ്റുപോയ വ്യക്തിയുടെ കഥയായി മാറി പോകരുത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാൻ. സോ ഇൻ ദാറ്റ് സെൻസ് ഐ വാസ് ടോട്ടലി ഇൻവോൾവ്. അപ്പോൾ എളുപ്പം തന്നെയായിരുന്നു ചെയ്യാൻ. താങ്ക് യു. ഞാൻ ഇവിടെ എത്തിച്ചത് എൻ്റെ സുഹൃത്തുക്കൂടെയായിട്ടുള്ള ജോളിയാണ്. ജോളിയായിട്ടുള്ള എൻ്റെ കോൺടാക്റ്റിലാണ് ഇവർ എത്തിയത്. നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റിവെച്ച് എത്തി. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഫുൾ ടീമിനും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.